ആ ഗുഹയിൽ ചെന്നപ്പോൾ ഒരു വളരെ വയസ്സായ ഒരു സ്വാമി, അയാൾ വീണ്ടും എന്നെ നോക്കി ചായ് എന്ന് പറയുന്നു. അയാൾ ആ ഗുഹ വിടത്തില്ല. ശിവനെ കാണണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കാവലായിട്ടുള്ളൊരു 5 അഘോരിമാരാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുമ്പോൾ കുറച്ച് അഘോരിമാർ രഹസ്യമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും പിന്നീട് രഹസ്യമായിട്ട് അവർ അപ്രത്യക്ഷമായി പോവുകയും ഇന്ത്യ ഇപ്പോഴും സംരക്ഷിക്കുന്നതും ചില രഹസ്യ അഘോരിമാരാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് ശപിക്കാൻ ചിലപ്പോൾ കഴിവുണ്ടായിരിക്കും, പക്ഷെ അനുഗ്രഹിക്കാനുള്ള കഴിവ് മിക്കവർക്കും ഇല്ല. അവർക്ക് ചിലപ്പോൾ ചില സിദ്ധികൾ ഉണ്ടെന്ന് വരാം. അല്ല, എങ്ങനെയാണ് അത് അവർക്ക് സിദ്ധി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയത്തിലെല്ലാം മലകളും താഴ്വരകളുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഗുഹ കണ്ടു. ആ ഗുഹയിൽ ചെന്നപ്പോൾ ഒരു വളരെ വയസ്സായ ഒരു സ്വാമി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി ഇയാൾ വളരെ മോശം അവസ്ഥയിലാണ് കിടക്കുന്നത്. അയാൾ എന്നോട് ചായ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചായ വേണം. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ. ഇയാൾക്ക് എഴുതാക്കാൻ വയ്യാത്ത അവസ്ഥയെ കിടക്കുക. കണ്ടാൽ അറിയാം, വളരെ എല്ലും തൊലിയുമായിട്ട് ഇപ്പം മരിക്കുമെന്നുള്ള പോലെ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടിയോ ഒന്നും കാണുന്നില്ല. അയാൾ വീണ്ടും എന്നെ നോക്കി ചായ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് കിലോമീറ്റർ താഴെ ഒരു ചെറിയ കടയുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ വീണ്ടും ഇറങ്ങിപ്പോയി ചായ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഒരുപാട് സമയം നഷ്ടമാകും. എനിക്ക് മറൊരു സ്ഥലത്ത് എത്തണം രാത്രി ആകുന്നതിന് മുമ്പ്. അപ്പോൾ ഇയാളിങ്ങനെ ഇപ്പം മരിക്കുമെന്നുള്ള പോലെ കിടക്കുകയാണ്. ഞാൻ ഒരു ചായ കൊടുക്കാത്തതുകൊണ്ട് ഇയാൾ മരിച്ചാൽ കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ വേറൊന്നും പറയുന്നില്ല. അപ്പം ഞാൻ താഴെ ഇറങ്ങിപ്പോയി ആ കടയിലെത്തി. അപ്പോൾ 1-2 കിലോമീറ്റർ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കട. ഈ കയറുകയും ചെയ്യുമെന്ന് പറഞ്ഞ വലിയ ദുഷ്കരമായ സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മുകളിൽ ഗുഹയിൽ ഒരുത്തൻ ചായ കിടക്കണം, അയാൾ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തിനാണ് ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത്, നിങ്ങളങ്ങ് പോയാൽ പോരായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച അയാളിങ്ങനെ ചായക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചെന്നോട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ പറഞ്ഞു അയാൾ ആരെ കണ്ടാലും ചായ എന്ന് പറയും, ഞങ്ങൾ അയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങളങ്ങ് പോയാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, അയാളെ നിങ്ങൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും കൊണ്ടുവന്ന് കിടത്താത്തത് എന്താണ്? അയാളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ ഗുഹയ്ക്കകത്ത് കിടന്ന് മരിച്ചു പോയ കഷ്ടമല്ലേ? അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എത്ര പ്രാവശ്യം അയാളോട് പറഞ്ഞതാണ്, അയാൾ ആ ഗുഹ വിടത്തില്ല. കാരണം അയാൾ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിയാൽ വേറെ ആരെങ്കിലും അത് കയറി ഓക്യുപ്പൈ ചെയ്യുമെന്നാണ് അയാളുടെ വിചാരം. അത് അയാൾ പിടിവാശിയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം അയാൾ ചെറുപ്പം ഓക്യുപ്പൈ ചെയ്തതാണ്, വേറെ ആരെയും അതിനകത്ത് താമസിക്കാൻ അയാൾ അനുവദിക്കത്തില്ല. അപ്പം അയാൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ വേറെ ആരെങ്കിലും കയറും. അത് വളരെ സൗകര്യമായിട്ടുള്ള ഒരു ഗുഹയാണ്. അപ്പോൾ ആ ഗുഹയോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം അയാളവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച അയാൾ ഉടനെ മരിച്ചു പോകുമെന്നാണല്ലോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 3 മാസമെങ്കിലും അയാൾ ഈ കിടപ്പ് കിടക്കും. അപ്പോൾ ഞങ്ങൾ അയാൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് ഒരു വയസ്സിന് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ നേരെ അങ്ങ് പോയാൽ മതി, അയാൾക്ക് വേണ്ടതല്ല ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ചായയും കൊണ്ടുപോയി വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളങ്ങ് പോയാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരാണ്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യം ഇവർ നമ്മളെ അടുപ്പിക്കത്തില്ല. അപ്പോൾ നമ്മൾ അവരുടെ എന്തോ മോഷ്ടിക്കാൻ ചെന്നാണെന്നൊക്കെ വിചാരിക്കും. പിന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ അവിടെ ഗുഹ ഓക്യുപ്പൈ ചെയ്യാൻ വന്നതല്ല എന്നൊക്കെ മനസ്സിലാകുമ്പോൾ പിന്നെ ഉപദേശം തരാമെന്ന് പറയും. അപ്പോൾ ഉപദേശമൊന്നും വേണ്ട, നിങ്ങളുടെ ചരിത്രം അറിയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അയാൾ പതുക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു, എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ശിവനെ കാണണം, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇങ്ങനെ കൂടുതൽ പേരും അത്ര വിദ്യാഭ്യാസമുള്ളവരൊന്നുമല്ല, അവർ ദൈവത്തിനെ കാണുന്നതാണ് അൾട്ടിമേറ്റായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ അവസാനം ദൈവത്തെ കണ്ടു എന്നും പറയും. ഈ ദൈവത്തെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊജക്ഷനാണ്. അതിൽ വാസ്തവത്തിൽ വലിയ ആത്മീയതയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ട്രാക്കിലൊക്കെ പെട്ട് കിടക്കുന്നവരാണ് കൂടുതൽ. അവർക്ക് അതുകൊണ്ട് ഒരിടത്ത് എത്താൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല,
ഈ ഒരുത്തൻ നാട്ടിൽ അവരുടെ കുടുംബത്തോടും അവരുടെ സ്വത്തിനോടും ഒക്കെ അറ്റാച്ച്ഡ് ആയിരിക്കും. ഹിമാലയത്തിൽ പോയാൽ അവരുടെ ഒരു ഗുഹയോട് അറ്റാച്ച്ഡാണ്. ഇത് തമ്മിൽ വാസ്തവത്തിൽ ഒരു വ്യത്യാസമില്ല. എന്ന് തന്നെയല്ല, ഇവർക്ക് മാനസികമായിട്ട് ഒരു പുരോഗതിയും കിട്ടുന്നുമില്ല. ഹിമാലയത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ കഷ്ടപ്പാടൊന്നും കൂടാതെ ബന്ധുക്കൾ ചായ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുത്തേനെ. അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് അതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കാവലായിട്ടുള്ളത് 5 അഘോരിമാരാണ്. അഘോരിമാരുടെ സംരക്ഷണത്തിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പല കഥകളും പണ്ട് ഞാൻ എവിടേക്കോ വായിച്ചു കേട്ടതാണ്. അത് യാഥാർത്ഥ്യമാണോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുമ്പോൾ കുറച്ച് അഘോരിമാർ രഹസ്യമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും പിന്നീട് രഹസ്യമായിട്ട് അവർ അപ്രത്യക്ഷമായി പോവുകയും അങ്ങനെ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള രഹസ്യ അഘോരിമാരാണ്. ഈ ആർമിയെക്കാട്ടിലും കൂടുതൽ, കാരണം മഞ്ഞ് വീഴുന്ന സ്ഥലമാണല്ലോ, അവർക്കെപ്പോഴും വഴികാട്ടിയാകുന്നതും ഇന്ത്യ ഇപ്പോഴും സംരക്ഷിക്കുന്നതും ചില രഹസ്യ അഘോരിമാരാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഘോരി ഈ സമ്പ്രദായം എന്നതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാൻ കുറേ അഘോരിമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എലിവേറ്റഡ് ആയിട്ടുള്ള കുറേ ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ അഘോരിമാരുടെ അടുത്തൊന്നും പോകരുത്, അവരെല്ലാം വളരെ മിസ്ഗൈഡഡാണ്. അതായത് അവരിതുപോലെ ഈ നാട്ടിൽ നിന്നൊക്കെ ഓടി പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് ഓടി വരുന്നതായിരിക്കാം, ചിലപ്പോൾ ഭാര്യയെ സംശയിക്കുന്നുണ്ടാകാം, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ വീതം വെച്ചപ്പോൾ കിട്ടിയത് പോരെന്ന് തോന്നി പിണങ്ങി വന്നതായിരിക്കും. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് കഞ്ചാവൊക്കെ അടിച്ച് പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കുഴപ്പങ്ങൾ സംഭവിക്കും. അതേ സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ചില മൈനർ സിദ്ധികളൊക്കെ കിട്ടിയെന്ന് വരാം. പക്ഷേ അവരൊന്നും സത്യത്തിലെത്തിയവരല്ല, അവരെല്ലാം കുഴപ്പത്തിലാണ്. അവർക്ക് ശപിക്കാൻ ചിലപ്പോൾ കഴിവുണ്ടായിരിക്കാം, പക്ഷെ അനുഗ്രഹിക്കാനുള്ള കഴിവ് മിക്കവർക്കും ഇല്ല. അപ്പോൾ അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസികമായിട്ട് വൈകല്യമുള്ളവരാണ്. അവർക്ക് ചിലപ്പോൾ ചില സിദ്ധികൾ ഉണ്ടെന്ന് വരാം. അപ്പം നാട്ടുകാർ അഘോരിമാരെ അടുത്ത് ചെന്നാൽ, അഘോരിമാർ അവരുടെ അടുത്ത് ചെന്നാൽ കടക്കാരൊക്കെ ഉടനെ എന്തെങ്കിലും കൊടുത്ത് ഇവരെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. കാരണം ഇവർ ചിലപ്പോൾ ശപിക്കും എന്നുള്ള ഭയമുണ്ട്. അല്ലാതെ ഇവരിൽ നിന്ന് ഒരിക്കലും ഒരു അനുഗ്രഹം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ 5 അഘോരിമാർ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നു പറഞ്ഞത് യാതൊരു അർത്ഥമില്ല. ഈ യഥാർത്ഥത്തിന് എൻലൈറ്റൻമെൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ നമ്മുടെ രാജ്യം ശത്രു രാജ്യം അങ്ങനെ ഒരു കൺസെപ്റ്റില്ല. എല്ലാം നമ്മുടെ ആയിട്ടാണ് അവർ കാണുന്നത്, ലോകം മുഴുവൻ. ഇപ്പോൾ വസുദൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റാണ് അവർക്ക്. ഇപ്പോൾ ഹിന്ദു മതം, ബുദ്ധമതം അങ്ങനെ വേറിട്ടുള്ള ഒരു ചിന്തയില്ല. അങ്ങനെ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ളവർ ചിരിക്കുകയുള്ളൂ. അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിഫിക്കേഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹിന്ദുവാണ്, മുസ്ലിങ്ങൾ വേറെയാണ്, അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ എൻലൈറ്റൻഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളവർക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് നരേന്ദ്രമോദിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ട്രംപിനെ ഉപദ്രവിക്കണം, അങ്ങനെയുള്ള യാതൊരു ഒരു ഭേദബുദ്ധിയും അവർക്കില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയിട്ടുള്ളവരാണ് യഥാർത്ഥത്തിൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ളത്. അവർക്കങ്ങനെ വിഭാഗീയമായിട്ടുള്ള ചിന്തയോ മനസ്ഥിതിയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഹിമാലയത്തിൻ്റെയൊക്കെ ചില രഹസ്യ പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പിന്നെ പട്ടാളക്കാരാണെങ്കിൽ പോലും ഒറ്റപ്പെട്ടു പോകുന്ന പലരുണ്ട്. പക്ഷെ അവർക്ക് വഴികാട്ടിയായിട്ട് അവിടെ വെച്ച് ആരെങ്കിലും കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ സാറ് പറഞ്ഞുള്ള മിസ്ഗൈഡായിട്ടുള്ള അങ്ങനെയുള്ള ചില ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. ഈ നമ്മളിങ്ങനെ ഹിമാലയ ഞാൻ 2 വർഷം കറങ്ങിയതാണ്.
ഹിമാലയത്തിൽ. അതെ. അപ്പോൾ ഈ വഴി തെറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഴി അറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതെങ്കിലും ഒരു പൊക്കമുള്ള സ്ഥലത്ത് കയറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നദികൾ, എവിടെന്നെങ്കിലും ഒരു നദിയുടെ തീരത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെവിടെയാണ്. കാരണം നദിയുടെ തീരത്ത് ഇന്ന സ്ഥലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. ഇപ്പം തീരെ മണ്ടന്മാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഹിമാലയത്തിലോ മറ്റ് നമ്മുടെ ഇപ്പം സഹ്യപർവ്വതത്തിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് നടന്ന് പരിചയമുണ്ടെങ്കിൽ നമുക്ക് വഴിതെറ്റുന്നത് വളരെ സാധാരണമാണ്. അപ്പം നമുക്ക് നമ്മളെവിടെയാണെന്ന് അറിയാൻ പല മാർഗങ്ങളുണ്ട്. ഒരു പൊക്കമുള്ള കുന്നിൻ്റെ പുറത്ത് കയറുമ്പോൾ നമുക്കറിയാം നമ്മളെവിടെയാണ്. ഏത് ഡയറക്ഷനിൽ പോയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുമെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അതിന് മാർഗങ്ങളുണ്ട്. അതിന് വേറൊരാളുടെ സഹായമൊന്നും ആവശ്യമില്ല. നമ്മൾ ഭയപ്പെട്ടു പോകാതിരുന്നാൽ മതി. പിന്നെ നമ്മളിങ്ങനെ നടക്കുന്ന വഴി പലതരത്തിലുള്ള ആളുകളെ കണ്ടെന്ന് വരാം. സിദ്ധിയുള്ളവരെ കണ്ടെന്ന് വരാം, ആത്മീയമായിട്ട് പുരോഗമിച്ചവരെ കണ്ടെന്ന്. അങ്ങനെ സിദ്ധിയുള്ള ആരെങ്കിലും കണ്ടുമുട്ടിയിരുന്നോ? ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല, എങ്ങനെയാണ് അത് അവർക്ക് സിദ്ധി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്? അല്ല, നമ്മൾ നേരിട്ട് സിദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ നമ്മളിങ്ങനെ പല രീതിയിലുള്ള സംസാരത്തിൽ കൂടെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ വീട് വിട്ടിട്ട് 30 വർഷമായെങ്കിലും വീട്ടിലിപ്പോൾ എന്തൊക്കെ നടക്കുന്നു എന്ന് അവർക്കറിയാം. അത് ചില സമയത്ത് വീട്ടിൽ ആരെങ്കിലും മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരത് കാണുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള സിദ്ധികളൊക്കെ പലരും ആവശ്യപ്പെടുന്നു. അത് വാസ്തവമായിരിക്കാം, വെറുതെ പറയുന്നവരുണ്ടായിരിക്കാം. അതുകൂടാതെ ഈ സമ്പത്ത് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിദ്ധികളെ പറ്റി, ഈ സമ്പത്തിനോടൊക്കെയുള്ള ഭ്രമം തീർന്നവരാണ് യഥാർത്ഥ സന്യാസിമാർ. അപ്പം പിന്നെ അവർ സമ്പത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു. അല്ല, അനുഗ്രഹം കൊടുത്തു വിടുമ്പോൾ പിന്നെ വന്ന് സമ്പത്ത് ഉണ്ടാക്കുന്നതും